सबको मेरा नमन। आपकी अनुमति से हमारे विशिष्ट अतिथि यहाँ पहुँच चुके हैं। मैं थोड़ा मलयालम में भी शिफ्ट करूँगा क्योंकि हमारा उद्घाटन सत्र जो है हम मलयालम में चलाना चाहते हैं। केवल 1 घंटे का वो समय लगेगा। उसके बाद जो तीनों दिन चलेंगे वो हिंदी में ही हम बहस होगी, बातें होगी, वाद प्रतिवाद होगा और अपना विचार विमर्श होगा, सब हिंदी में ही होंगे। तो मैं अपने सीधे में अपने कर्तव्य पर आने वाला സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, സംസ്കാരം ഒരു പ്രത്യേക രാജ്യത്തിനോ ഒരു പ്രത്യേക പ്രദേശത്തിനോ അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കാലാകാലങ്ങളായി സമൂഹത്തിൽ ഉടലെടുക്കുന്ന ആശയങ്ങളും തർക്കങ്ങളും നിരൂപണങ്ങളും പുതിയ പുതിയ ചേർച്ചകളുമൊക്കെ ചേർന്നുകൊണ്ട് ഉടലെടുത്ത് വരുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ മഹിമ അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികത എത്രമാത്രം സമൂഹത്തിന് ഗുണകരമാകുന്നു ആ സംസ്കാരം അതുപോലെ പിടിച്ചു നിൽക്കും. ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സെബസ്ത്യാനിയൻ വംശക്കാർ ഒരിക്കൽ മധ്യേഷ്യയിൽ നിന്നും കുടിയേറി പാർക്കാനായി അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഒരു പ്രദേശവും അഭയം കൊടുക്കാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ ഗുജറാത്തിനടുത്തുള്ള കഠിയാവാഡ് എന്ന് പറയുന്ന തുറമുഖത്തിനടുത്തെത്തുന്നു. നിങ്ങൾക്കറിയാം, പണ്ട് കാലമാണ്, സ്വാഭാവികമായും അന്ന് രാജഭരണമാണ്. ഒരു കാരണവശാലും പ്രത്യേകിച്ച് അവർക്ക് മറ്റൊരു വിദേശ രാജ്യക്കാർക്ക് പ്രവേശനം കൊടുക്കുന്ന ഒരു കാലഘട്ടമല്ല. ഈ കപ്പൽ വളരെ ദൂരെ നങ്കൂരമിട്ട് അവിടെ നിന്നൊരു കൊച്ചു ബോട്ട് ഇറക്കിയിട്ട് ആ ബോട്ടിലാണ് അവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സന്ദേശവുമായിട്ട് അതിൻ്റെ സന്ദേശവാഹകൻ കഠിയാവാഡിലെ രാജാവിനെ കാണും. രാജാവിന് സ്വയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. അവിടുത്തെ ദർബാർ കൂടിയപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലും, കാരണം വളരെ വിഭിന്നമായ ഏതോ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ് അവരിങ്ങോട്ട് കടന്നു വരുന്നത്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ സംസ്കാരം മലീമസമാവുകയും അത് നമ്മുടെ ജനതയെയും നമ്മുടെ ഇവിടുത്തെ അന്തരീക്ഷത്തെയും സമാധാനത്തിനെയുമൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു അവരതിനെ ഒഴിവാക്കുകയുണ്ടായത്. രാജാവ് അവരെ അറിയിക്കാനായി സന്ദേശം കൊടുത്തയക്കുകയാണ്. ഇങ്ങോട്ട് നമുക്കറിയാം, സന്ദേശവാഹകർ സാധാരണ എന്തെങ്കിലും ഒരു ഉപഹാരം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവർ സന്ദേശം ഇങ്ങോട്ട് കൊടുത്തു വിട്ടപ്പോൾ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതുപോലുള്ള കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് കൊടുത്തു വിട്ടത്. കാരണം അവർക്ക് എത്രയോ ദിവസങ്ങളായി അലഞ്ഞിട്ട്, എത്രയോ മാസങ്ങളായി അലഞ്ഞിട്ട് ഒരു കര കിട്ടാതെ അലയുന്ന ഒരവസ്ഥയിലാണ് അവർ ഇത് കൊടുത്തയച്ചത്. ഈ സമയത്ത് രാജാവ്, ഗുജറാത്താണ് നമുക്കറിയാം, പാലിൻ്റെ പ്രദേശമാണ്, ഒരു ക്യാൻ നിറയെ, കാരണം എത്രയോ നാളുകളായിട്ട് ഒരു പക്ഷേ പാലൊന്നും ഉപയോഗിക്കാതെ വരുന്നവരാണെന്നറിയാം, വലിയൊരു ക്യാൻ നിറച്ച് പാത്രത്തിൽ അടച്ച് സീൽ ചെയ്ത് ഇത് നേരെ കൊടുത്തു വിടുകയാണ്. ഇത് കപ്പലിൽ കൊണ്ട് കയറ്റി കപ്പിത്താൻ വന്നു, സന്ദേശം വായിച്ചു, വളരെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്കാരത്തിനെ മറ്റു സംസ്കാരമായിട്ട് ഒരുപക്ഷെ കൂടിച്ചേരാൻ കഴിയാതെ പോയാൽ അത് ഏറ്റവും വലിയ ദുരന്തമായി മാറും നമുക്കിരുവർക്കും. അതുകൊണ്ട് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്, ഞങ്ങൾക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാനാകില്ല എന്ന സന്ദേശവും അതോടൊപ്പം ഈ വലിയൊരു ക്യാൻ നിറയെ പാൽ അവിടെ എത്തുകയാണ്. ഇത് കണ്ടത് ഈ മാസങ്ങളോളം അലഞ്ഞു തിരിഞ്ഞ് വന്നവരാണ്. അവർ പാത്രവുമായിട്ട് ചുറ്റും കൂടുകയാണ് കപ്പലിലുള്ളവർ. അതിൽ നിന്ന് പാലെടുക്കാനായി ഈ സമയത്താണ് കപ്പിത്താൻ പറഞ്ഞു, വേണ്ട, അതിൽ നിന്ന് പാലെടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം കലവറയിൽ നിന്ന് ഒരു ചാക്ക് പഞ്ചസാര കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഈ പഞ്ചസാര ആ പാത്രത്തിലേക്ക് ഇട്ടു. അതിനുശേഷം രണ്ടാമതൊരു സന്ദേശവും കൂടി അയച്ച് ഈ കൊണ്ടുവന്ന പാൽ മടക്കി വിടുകയാണ്. നേരെ വന്ന് രാജാവിൻ്റെ രാജസദസ്സിൽ ഈ പാത്രം എത്തിച്ചേർന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ നിന്ന് കുറച്ചു പാൽ അങ്ങ് രാജകൊട്ടാരത്തിലെ ദർബാറിലെ അംഗങ്ങൾക്ക് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന കത്തായിരുന്നു. അതിന് താഴെ
എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ ഒരിക്കലും മലീമസമാക്കുകയില്ല. ഈ പാലിൽ എങ്ങനെയാണോ ഈ മധുരം അലിഞ്ഞു ചേരുന്നത്, അതുപോലെ മധുരമുള്ളതാക്കി മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ മാറ്റുകയുള്ളൂ എന്നുള്ള സന്ദേശവുമായിട്ട് തിരിച്ചു വരികയാണ്. അടുത്ത നിമിഷം ആ തീരത്ത് എന്ത് ചെയ്യുന്നു, പച്ചക്കൊടി വരികയാണ് അവരെ സ്വീകരിച്ചുകൊണ്ട്. ഇത് നമ്മുടെ സംസ്കാരത്തിലൊരു വളരെ നമുക്ക് വല്ലാണ്ട് നമ്മളെ ഭാവവിഹ്വലരാക്കുന്ന നിമിഷങ്ങളായിരുന്നു. ഇത് പിൽക്കാലത്തും തുടർന്നു. ഭാരതത്തിൻ്റെ ഒരു സംസ്കാര പാരമ്പര്യം തന്നെ അതായിരുന്നു. നിരന്തരമായ നമ്മളതിനെ ഒരു പക്ഷേ इतिहास में हम कभी कभी से विदेशी का आक्रमण बताते हैं, लेकिन हम बताते हैं वो विदेशियों का हमारे साथ प्यार था, प्रेम था, ऐसा बताना चाहते हैं. നിരന്തരമായി അവർ കടന്നു വരികയും ഒരു പക്ഷേ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തനത് എന്നിന്നൊരു പക്ഷേ അവകാശപ്പെടുന്ന ചില പ്രത്യേക വർഗങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചില പ്രതിഭാസമാണെന്ന് പറയപ്പെടുന്ന സംസ്കാരത്തിനപ്പുറത്തേക്ക് ഒരു മനോഹരമായ, നമ്മൾ ഒരുപക്ഷെ പറയുന്ന വിശ്വ സംസ്കൃതി എന്നൊക്കെ പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യം മാറുകയും ചെയ്തത് ഈ കാലാകാലങ്ങളിലുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഒഴുക്കായിരുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ദേശീയ സെമിനാർ 3 ദിവസം നിലനിൽക്കുന്ന त्रिदिवसीय ദേശീയ राष्ट्रीय संगोष्ठी चल रही है, राष्ट्रीय परिसंवाद चल रहा है. इसमें हमारे अध्यक्ष के रूप में हमारे आदरणीय प्रिंसिपल महोदय सर, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുഭാഷ് സാർ, നമുക്കറിയാം ഒരുപാട് തിരക്കുകൾ, പ്രത്യേകിച്ച് ഈ ദിവസം 3 സെമിനാറുകൾ ഈ കോളേജിനകത്ത് വെച്ച് നടക്കുന്നു. लगातार 3 संगोष्ठियाँ अभी शुरू होने वाला है, लेकिन सबसे पहले अव्वल दर्जा हमें दे दिया उन्होंने. ആദ്യം നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ അധ്യക്ഷത വഹിക്കാൻ അദ്ദേഹം എത്തിച്ചേർന്നു. വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ ചെലവഴിക്കാൻ കഴിയുള്ളൂ നമുക്കറിയാം. എങ്കിലും നമ്മുടെ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രാത്രിയും പകലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ കോളേജ് മാത്രമാണ്. തൻ്റെ വ്യക്തിപരമായ നിമിഷങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിൻ്റെ നിരന്തരമായ ഉന്നതിക്ക് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുന്നത്, വ്യക്തിപരമായി എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച വാക്കിൽ ബലം കൊടുക്കുന്നത്. നിരന്തരമായി ചിന്തിക്കുന്ന ആ മഹത് വ്യക്തിത്വത്തിന് നമ്മുടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ, ഈ കോളേജിൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകരുടെ പേരിൽ, വിദ്യാർത്ഥികളുടെ പേരിൽ, മറ്റ് കോളേജിൽ നിന്ന് വന്ന അധ്യാപകരുടെ പേരിൽ ഒക്കെ ഞാൻ അങ്ങേയറ്റം ആദരവോടുകൂടി ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കും. ഇന്നത്തെ ഉദ്ഘാടനം നമുക്കറിയാം. നമുക്കേവർക്കും പ്രിയങ്കരനായ സത്യൻ മാഷാണ്. സത്യൻ മാഷ് ജന്മം കൊണ്ട് കോഴിക്കോടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കോളേജ് അധ്യാപക സംഘടന AKGCT, ഒരു പക്ഷേ കോളേജിലെ അധ്യാപകരുടെ ഒരു 80% അധ്യാപകരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് AKGCT. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വർഷങ്ങളോളം സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുകയും ഒരുപക്ഷെ ഇന്ന് അധ്യാപകർ അനുഭവിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങളും നേട്ടങ്ങൾക്കും തിരികൊളുത്തുകയും ചെയ്ത വ്യക്തി എന്ന രീതിയിൽ സംഘടനയെന്നും ഓർക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് അദ്ദേഹത്തിനെ കേരളക്കര കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഷയെ പരിപോഷിപ്പിക്കുന്ന, നമുക്കറിയാം ഭാഷ സംസ്കാരത്തിൻ്റെ അഭിന്നമായ അംശമാണ് ഭാഷയെന്ന് പറയുന്നത്. മലയാള ഭാഷയെ രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇദ്ദേഹത്തെ ഇന്ന് കേരളം തിരിച്ചറിയുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് അദ്ദേഹത്തിന് ആദ്യം ഞാനൊന്ന് ഫോണിൽ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കേരളത്തിലുണ്ടോ എന്നറിയാനായിട്ട് സസന്തോഷം അദ്ദേഹം അപ്പോഴേ സ്വീകരിച്ചു. വരാമശോക എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഉദ്ഘാടകൻ എന്ന രീതിയിൽ നമ്മുടെ ഹിന്ദി വിഭാഗത്തിലെയും ഈ കോളേജിൻ്റെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ അഭ്യുദയകാംക്ഷികളുടെയും പേരിൽ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഇനി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ മുൻ विभागाध्यक्षन साहित्य लोकतिलक एक संगठन पत्रिका जो आपने देखा होगा उसके संपादक के रूप में
मशहूर हैं वे विनय चंद्र, डॉक्टर विनय चंद्र जी, MS विनय चंद्र जी, जिसको हम प्यार से MS भी पुकारते हैं. അദ്ദേഹം നമുക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിൽ, പിന്നെ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലെ പ്രിൻസിപ്പൽ എന്ന രീതിയിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. കോളേജ് പ്രിൻസിപ്പൽ എന്ന രീതിയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഹിന്ദിയുടെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഒക്കെ വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വിനയേന്ദ്ര സാർ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. CF ഫ്രാൻസിസിൻ്റെ ഒരു ഉക്തിയുണ്ട്, നമ്മുടെ അറബിക്കടലിൻ്റെ തീരത്തുകൂടി നടന്നു പോകുന്ന ഒരു ക്രിസ്തുവിനെ ഞാൻ കണ്ടു എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അതേപോലെ പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന് അത്രയും സൗമ്യമായി, എനിക്കൊന്നും അത്രയും സൗമ്യമാവാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. വളരെ സൗമ്യ വ്യക്തിത്വമായി മാറി. ഒരുപക്ഷെ നമ്മുടെ ഹിന്ദി മേഖലയ്ക്ക് അനുകരണീയനായ വ്യക്തി എന്ന രീതിയിൽ നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മുടെ മുൻ HOD പ്രിൻസിപ്പളും ഒക്കെയായി വിരാജിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ MS വിനയ് ചന്ദ്ര സാറിനെ ആദരവോടുകൂടി ആദരവോടെ സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ കേരള സർവകലാശാലയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഉണ്ടാവുകയും കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ പദവി വഹിക്കുകയും ഇന്ന് സ്കൂൾ ഓഫ് ലാംഗ്വേജസിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ജയചന്ദ്ര മാഷിനെയാണ്. മാഷിനെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ് അദ്ദേഹം. പക്ഷേ ചില വേദികൾ അലങ്കരിക്കണമെങ്കിൽ, ആ വേദികൾ അർഹിക്കുന്ന ബഹുമതി കിട്ടണമെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ ആ വേദിയെ അലങ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട അംഗമാണെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഹിന്ദി വിഭാഗത്തിൻ്റെ പേരിൽ, കോളേജിൻ്റെ പേരിൽ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ അങ്ങേയറ്റം ആദരവോടുകൂടി സ്വാഗതം ചെയ്തു. ഈ കോളേജിൻ്റെ PTA സെക്രട്ടറി ഷഹീർ ഷാ, നമുക്കറിയാം ഇന്ന് ഈ മുറി ഇങ്ങനെ മനോഹരമായെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു സുമനസ് കൂടിയാണ് അദ്ദേഹം. കാരണം പലപ്പോഴും നമുക്കറിയാം 180 वर्ष पर 150 साल 156 साल पुराना है सर ये कॉलेज. ये बिल्डिंग भी वही है, ये बिल्डिंग वही था जहाँ प्रिंसिपल महोदय उस ज़माने में ब्रिटिश लोग थे, दोपहर के समय में आराम करने के लिए इसका इस्तेमाल करता था. 156 साल पहले जॉन रोज प्रिंसिपल महोदय थे, यहाँ कॉलेज का पहले प्रिंसिपल वे ही थे. അപ്പം ആ ഒരു ഹോളിൽ 186 വർഷങ്ങൾക്ക് ശേഷവും ഇതുപോലെ മനോഹരമായിട്ട് സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ കോളേജിലെ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഇവിടുത്തെ PTAയുടെ സജീവമായ ഇടപെടലാണ് ഒരുപക്ഷെ അതിന് വെളിച്ചമോതുന്നത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ സഹായങ്ങൾ നമ്മുടെ കോളേജിന്, നമ്മുടെ വിഭാഗങ്ങൾക്ക്, വകുപ്പുകൾക്ക് കിട്ടുന്നുണ്ട്, അധ്യാപകർക്ക് കിട്ടുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരവോടുകൂടി യൂണിവേഴ്സിറ്റി കോളേജിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്തു. കോളേജ് യൂണിയൻ കഴിഞ്ഞ കൈവെള്ളിയിൽ എണ്ണി നോക്കാവുന്ന ദിവസങ്ങൾക്ക് മുൻപാണ് കോളേജ് യൂണിയൻ ഇവിടെ അധികാരമേൽക്കുന്നത്. വളരെ ജനാധിപത്യമായ പ്രക്രിയയിലാണ് കോളേജിനെ മുന്നോട്ട് നയിക്കുന്നത്. 2023-24 അധ്യയന വർഷത്തിൽ കോളേജിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട്, വിദ്യാർത്ഥികളുടെ ഓരോ പ്രവർത്തനങ്ങളിലും അധ്യാപകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കോളേജ് യൂണിയൻ നമുക്കിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ കോളേജ് യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അഭിജിത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അഭിജിത്ത് കോളേജിൻ്റെ സർവോന്മുഖമായ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന വ്യക്തിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അഭിജിത്തിനെ ഈ കോളേജിന് വേണ്ടി, കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. अब जिनकी अनुपस्थिति में भी हम स्वागत करते हैं, हमारे IQAC का कोऑर्डिनेटर है. जिस कमरे में हम बैठे थे पहले वो IQAC का कमरा था, उसके ऊपर है हम, लेकिन हमारे ऊपर है वो ही. हाँ, उनकी अनुपस्थिति इसलिए हुआ कि उनका जो विभाग है, उनके विभाग में भी संगोष्ठी चल रही है, वो जो चर्चा चल रही है, इसी कारण से उनको वहाँ रहना ही पड़ेगा.
और उनकी अनुपस्थिति में भी उनका भी मैं हार्दिक स्वागत कर रहा हूँ। आगे मुझे स्वागत करना है हमारे विशिष्ट अतिथियों का। उनके बारे में हम बता दिया, इसे मैं ज़्यादा बताना नहीं चाहता। एक तो माननीय भगवान दास मोरवाड जी और उनकी धर्मपत्नी भी उनके साथ आई हुई है। बहुत आकस्मिक ढंग से 1 साल पहले उनसे मेरी मुलाकात हुई थी फ़ोन पे। हम कभी कभी छूते हैं, लोगों को आंखों से छूते हैं, हाथ से नहीं छूते, आंखों से भी छूते हैं। इसी प्रकार फ़ोन से मेरी मुलाकात हुई थी, इसी कक्ष के भीतर खड़े होकर, यहीं पर खड़े होकर। वातावरण तो दूसरा था, अरेंजमेंट तो दूसरा था। एक 40 स्कूल की अध्यापिकाएं जो थी, उनका एक प्रोग्राम चल रहा था। उसी के बीच में हमें लगा किसी एक किताब का अनुवाद हो जाए तो अच्छा रहेगा। तो मैंने पहले भी इनकी 1-2 किताबों का अध्ययन किया, वो मैंने पढ़ा था। एक शकुंतला, एक छोटा सा उपन्यास है। उस उपन्यास को मैंने 2-3 बार पढ़ा था, बहुत अच्छा लगा था। और मैंने क्या किया, यहीं खड़े होकर, यहीं पास, यहीं बाहर या यहीं कहीं मुझे पता नहीं कहाँ है, वहाँ खड़ा होकर मैंने इनको फ़ोन किया। पुरवर जी, मैं अशोक बोला, ये ऐसा ऐसा है, मेरा डेजिग्नेशन सब कुछ बता दिया, क्योंकि डेजिग्नेशन से मुझे जानते नहीं। तो उन्होंने बताया, मैंने कहा आपका ये जो उपन्यास है उसका अनुवाद करना चाहते हैं, बस 10 दिन का प्रोग्राम है। 10 दिन के प्रोग्राम के भीतर हमें वो ख़त्म करना है और उसका प्रकाशन भी हो सके तो करना है। तो उन्होंने तुरंत बताया, हाँ भी बताया, लेकिन उसके साथ उन्होंने बताया, अशोक जी एक दिक्कत ये है कि उनका अनुवाद तो आजकल हो रहा है, मुझे लगता है अभी अभी उसका प्रकाशन भी होगा। तो मैंने पूछा कौन कर रहे हैं? तो सीरता विष्णु जी कर रहे हैं, कालडी में जो प्रोफेसर हेरोल्ड डिपार्टमेंट है वे कर रहे हैं। तो मैंने क्या किया, तुरंत उनको बुलाया। तो उन्होंने कहा कल या परसों उसका प्रकाशन होने वाला, वो निकलेगा। तो मैंने सर जी को बुलाया, सर जी क्षमा कीजिए, मुझे उसका पता नहीं था आपका वो उस उपन्यास का कर रहा है। तो मैं भी दुखी था, वे भी दुखी हो शायद वे होंगे। उन्हें मुझसे बताया, तुरंत बताया, आप एक बात कीजिए, मुझे मेरा दूसरा एक उपन्यास निकला है, बहुत चर्चित उपन्यास है, नाम भी बताया, वंचना नाम भी बताया उन्होंने, उसका आप अनुवाद कराइए। तो मैंने कहा, मैं जैसे कि प्रार्थना में बताया, सच कहना चाहिए, मैंने सच उनसे बताया, उनसे बताया, सर जी क्षमा कीजिए, मैंने वो पढ़ा नहीं अभी तक। बिना पढ़ा हुआ एक उपन्यास का अनुवाद भाई कैसे दूसरे से करवाएंगे? तो उन्होंने बताया नहीं कोई प्रॉब्लम नहीं है, मैं आपको भेज दूंगा। मैंने उनसे बताया सर आप भेज देंगे तो 2 दिन या 3 दिन में मिलेंगे, बाकी 7 दिन रहेगा, कैसे अनुवाद हो जाएगा? नहीं, मैं अभी तुरंत भेज दूंगा। तुरंत भेज दिया उन्होंने, वो जो सॉफ्ट कॉपी भेज दिया। तो मैंने देखा बहुत लंबा उपन्यास है तो मैंने उनसे कहा सर वे तो लंबा है, अशोक जी पढ़कर देखिए। भाई कैसे पढ़ी? हाँ तो प्रोग्राम चल रहा है, सुबह से शाम तक, रात 8 बजे तक प्रोग्राम हम चलता है। मैंने क्या किया, जैसे कि उन्होंने बताया मुझसे, मैं कैसे नकार करूँ? मैंने कहा सर मैं देख लूँगा। उस रात को 8 बजे के बाद उस दिन मैं घर नहीं गया, सीधे होटल में कमरा ले लिया मैंने। वहाँ जो जितने भी लोग आए हुए थे पूरे केरल से, अध्यापक आए हुए थे, उनको रहने का प्रबंध, मुझे भी कमरा मिल गया वहाँ, क्योंकि मैं कोऑर्डिनेटर के रूप में मुझे भी कमरा मिल गया सरकार की ओर से। मैं वहाँ रहा और 8 बजे के बाद मैंने वो खुला, वो जो सॉफ्ट कॉपी था मैं अपने मोबाइल में पढ़ने लगा। रात 3 बजे हुई। तो सच बताता हूँ, 40 लोगों का ट्रेनिंग था वहाँ, और उसमें एक मैं कोऑर्डिनेटर था, एक स्कूल की ओर से, हायर सेकेंडरी की ओर से एक कोऑर्डिनेटर और भी था। तो कुल मिलाकर 42 थे, लेकिन 2 लोग किसी कारणवश वे पहुंच नहीं पाए। उन्होंने सरकार से अनुमति मांगी और 38 थे, और 38 लोग थे वो प्रोग्राम अटेंड करने के लिए, वो ट्रेनिंग के लिए। तो मैंने क्या किया, मैं करीब 21 तक सर 21 अध्याय तक मैं जल्दी पढ़ के जैसे ही पढ़ के चला गया, तो मुझे लगा इतना सुंदर, मेरी हाथ से, मेरी आंखों से, मेरे दिमाग से कैसे छूट गया मुझे लगा। लेकिन 21 अध्याय जब हो गया तो सुबह 4 बजे बजने वाला था।
मैं इतना थका हुआ था, मुझे थोड़ा लेटना भी था, और मैंने क्या किया, जल्दी मैंने क्या किया, ऐसे देखने लगा कितना है बाकी, और एक एक अध्याय पार करके अंतिम अध्याय तक आ गया। तो मैंने एक बार पीछे खींच लिया, तो अंतिम अध्याय मैंने देखा 29 अध्याय। सही, मैं सारे प्रपंच का मैंने नमन किया उस समय, क्योंकि 2 लोग आए नहीं थे, बस 38 अध्यापक थे और एक कोऑर्डिनेटर सर हायर सेकेंडरी की ओर से था, उनको मिलाकर 29 थे, अध्याय भी 29, और यहाँ जितने आए थे वो भी 29 मुझे छोड़ के। उस क्षण मैंने तय किया ये जरूर करेंगे, और उसका परिणाम था 10 दिन के बाद जब प्रोग्राम खत्म हो गया तो सूर्या कृष्णमूर्ति, शायद आप जानते होंगे सूर्या फेस्टिवल के, अब आजकल सूर्या फेस्टिवल चल रहा है सर, और उनके कर कमलों से मंत्री एंटनी राजू जी जो हमारे परिवहन मंत्री हैं, उनके कर कमलों से यहीं पर इजी वेदी पर उसका प्रकाशन भी हो गया। अभी आपको भी मिलेंगे, अगर आप कोई भी खरीदना चाहते हैं तो खरीद लीजिए, वो कॉपी वहाँ मिलेगा आपको। तो देखिए वहाँ से उनका परिचय हो गया और लगातार उनसे संपर्क रहा। तो हमने सोचा अगला कोई भी जो भी मौका आएगा वे हम जरूर हो गया, और उसका परिणाम है वे यहाँ उपस्थित हैं। सर जी, हम आपका हृदय से स्वागत करता हूँ। और आशिक त्रिपाठी जी, उनका भी मेरा पहला संबंध, पहली मुलाकात उनसे हुई थी, और लगातार बीच बीच में बातें होते रही। और जब ये जो विषय आ गया तो मेरे दिमाग काउंट किया, उनके नाम के पीछे चला गया, और मैंने उनको बुलाया तो उन्होंने बताया मैं आ जाऊँगा शो जी, मैं आ जाऊँ। तो मेरी ओर से थोड़ी देरी होगी, वो डेट तय करने में देरी होगी, लेकिन डेट जब बताए तो उन्होंने अपनी ओर से भी टिकट उन्होंने बुक किया। कहीं कहीं होता है हम बुक करके देते हैं, लेकिन उन्होंने बुक किया। उन्होंने कहा मैं बुक करूँगा, मैं आ जाऊँगा, कोई प्रॉब्लम नहीं, मैं आ जाऊँगा। और कल रात के 11 बजे सागर किनारे पर एयरपोर्ट में उतर गए और सीधे हम सागर के किनारे चले गए। 10-15 मिनट वहाँ बिता दिया, और उसके बाद रात को करीब 12 बजे वहाँ कमरे में पहुँच गया, और उनका भी मैं हृदय से स्वागत करता हूँ। और आज केरल विश्वविद्यालय का अध्यक्षा कर लिए जयश्री जी, प्रोफेसर जयश्री जी, वो मेरा अंतरंग मित्र भी है, वो यहाँ मौजूद है। उनकी उपस्थिति हम हमेशा चाहते हैं। एक व्यक्ति के हिसाब से इतने बड़े मानस व्यक्तित्व है, और यूनिवर्सिटी के हिसाब से हिंदी विभाग का सर्वोच्च पद पर वे विराजमान हैं आजकल, उनका भी मैं सहर्ष यहाँ स्वागत करता हूँ। और सर जी, आपके लिए मैं कर रहा हूँ, हमारा विभाग केरल हिंदी के क्षेत्र में केरल में सबसे ज़्यादा अध्यापक यहाँ काम करते हैं 12, और सबसे ज़्यादा छात्र यहाँ पढ़ रहे हैं आजकल, करीब 600-800 छात्र कुल मिला पढ़ते हैं। और हमारी शक्ति, मेरी अपनी शक्ति में ऐसा बताना चाहता हूँ, मेरा विभाग 12 प्राध्यापक मुझे मिला के, और मुझे छोड़ के 11 जो लोग थे एक दिल से जुटकर हमारे सभी कार्यक्रमों में भाग लेते हैं, और उनका मैं नमन करता हूँ हमेशा। और हमारे बच्चे जो हैं यहाँ बस एंट्री दिया है एमए के छात्रों के लिए और थोड़ा रिसर्च के छात्रों के लिए, क्योंकि सब यहाँ सबका वहन करने की क्षमता इस हॉल को नहीं है, और ये सब इस संगोष्ठी को इसकी जीत के लिए लगातार कोशिश करने वाले हैं, और उनका भी मैं स्वागत करता हूँ। और मैं अपने कर्तव्य से अपना कर्तव्य समाप्त करता हूँ, और मैं चाहता हूँ आने वाले 3 दिन ये संगोष्ठी आपके लिए नई मंजिलों को छूने के लिए, नए अगस्तों को परास्त करने के लिए, नए चंद्रयान पर पहुंचने के लिए आपको सहायता मिलेगी। उसकी क्षमता हमारे बीच के अध्यापकों पर है, और ये 100 गुना क्षमता इन दोनों में मैं देखता हूँ। धन्यवाद।
सबको सबका